पति ब्रह्मचारी। നിക്ക് പറ. സൂരജ് കണ്ണിലെന്തോ പോയി. ഭയങ്കര സൂരജ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സത്യം ആദ്യം ഒളിഞ്ഞു നിൽക്കും സൂരജ്. ഇന്ന് നീ ഞാൻ പറഞ്ഞതിനെ എതിർത്തു, പക്ഷെ നിനക്ക് നിഷേധിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഈഷ എങ്ങാനും നിന്നെ എന്നിൽ നിന്ന് തട്ടിയെടുക്കൂ? ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആയിഷ എന്തായാലും ഇവിടുന്ന് പോയേ തീരൂ. നീ വലിയ സ്ട്രോങ് ആണെന്നാണോ സ്വയം കരുതുന്നത്? ആദ്യം എന്റെ കണ്ണിൽ നോക്കി നീ സംസാരിക്കും. അവള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവുമ്പോ ഒന്നും ശരിക്കും തോന്നാറില്ലേ? അതുപോലെ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ നിനക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ലേ? നിന്റെ കാര്യം പോക്കാം. ഇത്രയും വിലയുള്ള മരുന്നുകളോ? അതും ഒരു 2 ദിവസത്തേക്ക്? അതൊന്നും സാരമില്ല മോളെ. അറിവിനേക്കാളും ആരോഗ്യത്തെക്കാളും ഈ ലോകത്ത് മറ്റൊന്നുമില്ല. വിട്ടേക്ക്. അച്ഛാ, ഇതെന്താ അച്ഛന്റെ ബിപിയുടെ മരുന്ന് കഴിഞ്ഞോ? എന്നാ വല്യമ്മയ്ക്ക് വാങ്ങിക്കുമ്പോ ഇതും കൂടെ വാങ്ങിച്ചോ. ഏയ്, അതൊന്നും വേണ്ട മോളെ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാര് നമ്മളെ കൊള്ളയടിക്കും. അവരുടെ ലാഭം ചേർത്ത് അവര് വാങ്ങുന്നത്. തൽക്കാലം ചേട്ടത്തിയുടെ മരുന്നല്ലേ ആവശ്യം, അത് വാങ്ങാം. എന്റെ ബിപിയുടെ ഗുളികയല്ലേ ഇത്, നമ്മുടെ വീട്ടിനടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്ന് വാങ്ങാം. സാരമില്ല മോളെ. ഇനിയിപ്പോ അവിടം വരെ പോകാൻ ഒരുപാട് ദൂരമില്ലേ? അത് മാത്രമല്ല, ഇപ്പൊ എന്തൊരു ചൂടാ. എന്തായാലും ഇപ്രാവശ്യത്തേക്ക് ഈ ഗുളിക ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം പ്ലീസ്. ശരി. ഹലോ. ഹലോ കാവ്യ. അതെ ഡോക്ടർ. കുറച്ചു നാൾ മുമ്പ് എന്നോട് കാവ്യ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതെ അതെ. ഒരു റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. നിനക്ക് ഉടൻ ജോയിൻ ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ആക്ച്വലി എനിക്ക് ജോലി വളരെ അത്യാവശ്യം. കാവ്യ, ഇത് ഒരു പേഷ്യന്റിന്റെ ടേക്ക് കെയർ സർവീസ് ആണ്. ഗുലാബ് മാൻഷനിലുള്ളതാ. ഗുലാബ് മാൻഷനോ? അതെ കാവ്യ, തരക്കില്ലാത്ത കാശ് കിട്ടും. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയേ. എത്രയും പെട്ടെന്ന് പറയണം. നിന്റെ കോളിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അല്ലെങ്കിൽ തന്നെ വല്യമ്മയ്ക്ക് ആ വീടിന്റെ കാര്യം ഇഷയുടെ കാര്യം ഒന്നും പറയുന്ന ഇഷ്ടമല്ല. ഈ അവസ്ഥയിൽ ഇപ്പോ അവിടെ തന്നെ ജോലിക്ക് ഇതെങ്ങാനും വല്യമ്മ അറിഞ്ഞാ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്തോ. സാർ 1700 രൂപ. 1700. അല്ല, ഇതിപ്പോ ഈ ബിപിയുടെ ഗുളിക ഒഴിവാക്കുകയാണെങ്കിൽ ഒരു 1500-നകത്ത് നിൽക്കും. എന്നാ പിന്നെ ഇതിപ്പോ വേണ്ട. ഇതാ സാർ. താങ്ക് യു. ഇനി മതി. ഇനി ഒരിക്കലും അച്ഛന് പൈസ ഇല്ലാത്തോണ്ട് മരുന്ന് വാങ്ങാതിരിക്കേണ്ടി വരില്ല. ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും. ആ ദിവ്യക്ക് വട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. തണുത്ത കാറ്റുകിട്ടിയെ കുറിച്ച് സുഖാവും തോന്നുന്നു. जुदा रहते हैं दोनों ही साथ साथ, पर लंबी है दूरियां, है दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ,
അത് പിന്നെ ഞാൻ ആ ജനാല തുറന്നപ്പോ കാറ്റടിച്ച് ദുപ്പട്ട പറന്നതാ. അത് തിരിച്ചു വെച്ചതേ ഉള്ളൂ, വേറൊന്നുമില്ല. നിന്റെ ഭാര്യയല്ലേ നീ നീ എന്ത് ചെയ്താ എനിക്കെന്താ? നീ എന്തോ ചെയ്യും? ദാ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്തോ. പനി കാരണം വിറയ്ക്കുമല്ലേ? അയ്യോ നിക്ക് പോലെ. എങ്ങോട്ടാ പോന്നെ? ഒന്ന് ചെയ്തു കൊടുക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയാ? സാധാരണ അമ്മയ്ക്ക് എന്നെ കണ്ട നില തെറ്റാറാണ് പതിവ്. ഇന്നെന്താ ബിപിക്ക് പ്രശ്നമൊന്നുമില്ലേ? എന്തിനാണാവോ എന്നെ ഇപ്പൊ വിളിച്ചു വരുത്തിയത്? എടി, നിനക്ക് എന്നെ ഒരു ഓർമ്മയില്ലായിരുന്നോ? നിനക്ക് ഒറ്റയ്ക്കിങ് ഇറങ്ങി പോരായിരുന്നില്ലേ? എന്നെ കൊണ്ട് ആപ്പിള് കഴിപ്പിച്ചോ, അതും സ്വന്തം കൈകൊണ്ട്? ഇത് സത്യമല്ല, ഞാനെന്തോ സ്വപ്നം കണ്ടോണ്ടിരിക്കുക. ദേ നോക്ക്, ഈ മോതിരം ഉണ്ടല്ലോ, എന്റെ വല്യമ്മ എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. എന്തുകൊണ്ടാന്നറിയില്ല, എനിക്കിത് നിനക്ക് തരാനാ തോന്നുന്നത്. കൈ കാണിച്ചേ. ഇന്ന് മുതല് ഇത് നിന്റേതാ. നന്നായിട്ടില്ലേ? ഇപ്പൊ ശരിക്കും തല അടങ്ങുന്നുണ്ട്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുമില്ല, ഭക്ഷണം കൊണ്ടുവന്നിട്ടുമില്ല. എന്നിട്ടും സ്വർഗത്തിലെ മാലാഖയെ പോലെ എന്നോട് നന്നായിട്ട് പെരുമാറുന്നു. ഇനിയിപ്പോ ഡോക്ടർ എങ്ങാനും ഇവരുടെ കാൽമുട്ടിനൊപ്പം തലയ്ക്കകത്ത് വല്ല ഓപ്പറേഷനും ചെയ്തോ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. നിന്നെ പോലൊരു മരുമോളെ ഭഗവാൻ എല്ലാവർക്കും കൊടുക്കട്ടെ. അല്ല മോണിക്ക, ഞാൻ അഡ്മിറ്റ് ആയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ഞാൻ അറിയാത്ത മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അമ്മേ, എന്താ ഈ പറയുന്നത്? ഭർത്താവിന്റെ അമ്മയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മരുമോളുടെ കടമയല്ലേ? ആ കടമയ്ക്ക് പ്രതിഫലം ആഗ്രഹിക്കുന്നത് വലിയ പാപമാണമ്മേ, പാപം. ഈ പാപം എനിക്ക് ചെയ്യാൻ പറ്റില്ല അമ്മേ. ഇവള് എന്ന് മുതലാ ഇത്ര പുണ്യാളത്തി ആയത്? പുറത്ത് കാക്ക മലന്ന് പറക്കുന്നോ എന്തോ. ഒരു തല്ലിപ്പൊളി മോതിരം തന്നിട്ട് മോണിക്കെ വിലയ്ക്ക് വാങ്ങിക്കാൻ നോക്കാം. നിങ്ങളെ പീറ മോതിരത്തെക്കാളും വിലയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും. അതിനെ ഞാൻ വാതുറക്കാതിരുന്നാ മതി. ഇത് വെച്ചോളൂ. വല്യമ്മയുടെ അസുഖങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ. അതുവരെ ഒന്നും പറയരുത്. അയ്യോ അനിയ, അതിന് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അല്ലേലും അമ്മയുടെ മുമ്പ് വെച്ച് ഇഷിയുടെ കാര്യം പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? എന്നാലും സാരമില്ല, എന്തായാലും നീ തന്നതല്ലേ, ഞാൻ കൈവയ്ക്കാം. അമ്മേ, ദാ ഇത് കഴിച്ചോളൂ. ഞാനിന്ന് കൈ കഴുകിയിട്ട് വരാം. ഓഹോ, ഇപ്പോഴാ മനസ്സിലായത്. എന്ത് ഉടായ്പും കളിക്കാൻ അറിയാവുന്ന ഈ മോണിക്ക ഇത്രയും വിദഗ്ധമായി എങ്ങനെയാ കളിക്കുന്നതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അപ്പോഴെന്തോ ഉണ്ട്, എന്തോ ഇവള് മറച്ചു പിടിക്കുന്നുണ്ട്, അത് ഉറപ്പാ. എടാ ചക്കര മോനെ, ഇങ്ങ് വന്നേ. നീ മുത്തശ്ശിയുടെ അടുത്തൊന്നും വരില്ലേ? ഇങ്ങി വാ വാ, ഓടിവാ ഓടിവാ. ഈയിടെ നീ മുത്തശ്ശിയോട് പൈസയൊന്നും ചോദിക്കുന്നില്ലല്ലോ. ദാ ഇന്നാ, സ്കൂളിന്റെ പുറത്ത് ആ കുൽഫി ഐസ്ക്രീംകാരൻ ഇപ്പോഴും വരാറില്ലേ? അത് വാങ്ങി കഴിക്കേ. അയാള് ദിവസം വരാറുണ്ട്. ഇതിപ്പോ ഒരു ദിവസം കഴിക്കാനുള്ള പൈസയുള്ളൂ. അയ്യോടാ, അത് സാരമില്ല. ഇന്ന് മുതൽ ഞാൻ നിനക്ക് ദിവസം 20 രൂപ വെച്ച് തരാം. അതുപോലെ, പക്ഷെ പകരം മുത്തശ്ശി ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം. അപ്പോഴേ മോനെ, മുത്തശ്ശിയോട് പറ, നിന്റെ അമ്മയുടെ ഇടുപ്പിൽ ഒരു അരഞ്ഞാണം കണ്ടല്ലോ, അതെവിടുന്നാ? ആരാ കൊണ്ടുവന്നേ? മുത്തശ്ശിയോട് എന്താ ഒളിക്കുന്നത് അത് പറ. പറ മോനെ. അങ്ങനെ കൈക്കൂലി തന്ന് പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഏക്കില്ല മുത്തശ്ശി. എന്റെ ഭഗവാനെ, ഞാനോലും പത്തി വിടർത്താൻ തുടങ്ങിയോ? എന്റെ കാലിന്റെ ഓപ്പറേഷനാ കഴിഞ്ഞത്, കൈക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് തന്നാലുണ്ടല്ലോ നീ തറയിൽ കടന്ന് ഉരുളും. മര്യാദ പറഞ്ഞടാ. പറയാൻ
കല്യാണം സൂരജ് ചാച്ചന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണോ? സൂരജിന്റെ കല്യാണം കഴിഞ്ഞെന്നോ? നീ ബ്രഹ്മചാരിയാണല്ലോ, പെൺകുട്ടികളെ കൈകൊണ്ട് തൊടില്ല. പക്ഷെ ഭാര്യയെ കൊണ്ടുവരും, എന്നിട്ട് അവളെ പരിചരിക്കാൻ ഞാനും. വെള്ളി സംസാരം കേട്ട് അവൾ എഴുന്നേക്കാതിരുന്നാ മതിയാ. നോക്ക് വിദ്യ, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പതുക്കെ സംസാരിക്കുക. നോക്ക്, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞ ഞാനിവിടെ. ആ പറ. എന്താ? എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോണം. നീ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവണേ. അയ്യോ സൂരജ്, ഞാൻ എന്താ ചെയ്യണ്ടേ? റിയ, വലിയമേ, എന്താ? മരുമോളെ കൊണ്ടുവാ. ഈ വെള്ളമൊക്കെ കുടിക്കാറുള്ളൂ. ഈ കുടുംബത്തില് പായസം വെക്കുന്നത് പോലും വല്ല ഓണമോ മറ്റോ വരുമ്പോ മാത്രം. അതുപോലെ ഡ്രസ്സിന്റെ കാര്യമാണെങ്കിൽ 10,000 രൂപയ്ക്ക് മൊത്തം കുടുംബത്തിന് ഡ്രസ്സുകൾ വാങ്ങിക്കും. പിന്നെ പുണ്യാഹം, അതിനിവിടെ ഗംഗാജലോ തളിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണോ കോസ്റ്റ്ലി ആയ ഫുഡ്, മിനറൽ വാട്ടർ, കോസ്റ്റ്ലി ആയ ഡ്രസ്സൊക്കെ വാങ്ങിപ്പിക്കുന്നത്? നീ എന്തിനാ വന്നിരിക്കുന്നത്? സൂരജിനെ അവന്റെ കുടുംബത്തെ നശിപ്പിക്കാനാണോ? ഞാൻ ഈ കല്യാണത്തിനെ അംഗീകരിച്ചിട്ടില്ല. എനിക്കിവിടെ ഇരിക്കണമെന്നുമില്ല. എനിക്കിവിടെ ആരുടെ ഒന്നും വേണ്ട. മറിച്ചൊരവസരം മാത്രം കിട്ടിയാൽ മതി. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം അതെനിക്ക് കിട്ടിയ പിന്നെ ഒരിക്കലും ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ല. വല്യമ്മേ, വല്യമ്മയോട് ഞാൻ കാര്യം പറയായിരുന്നത്. പക്ഷെ വല്യമ്മ ആശുപത്രിയിലായതുകൊണ്ട്. ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ. അരമണിക്കൂർ അത്രേ സമയം നിനക്കുള്ളൂ. നീ അവളെ ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോകും. അല്ല അമ്മ എന്തൊക്കെയായി പറയുന്നത്? മിണ്ടരുത്. എന്റെ സൂരജിന്റെ ഇടയിൽ ആരും സംസാരിക്കരുത്. മുൻപ് വീട്ടിൽ ഒരു സാധനങ്ങൾ പോലും ഞാൻ അറിയാതെ അനങ്ങാറില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഇവൻ ഞാൻ അറിയാതെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും അറിയില്ല എന്ന് കരുതിയോ? നീ ആരെയാണ് വിവാഹം കഴിച്ചത്? എല്ലാവരും ഞാനാ പറഞ്ഞു കൊടുത്തേന്ന് കരുതുമല്ലോ. ഇനി അമ്മയെങ്ങാനും വീട്ടിലെത്തിക്കഴിഞ്ഞാ എന്റെ അരഞ്ഞാണത്തിനാരും പോക്കാം. അരമണിക്കൂർ നിന്റെ കയ്യിലുള്ളൂ. അല്ല വല്യമ്മ, തീരുമാനം നിന്റേതാ. ഒന്നുകിൽ ഇവിടെ എന്റെ മരുമകള് വരണം, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഇനി ഈശ ഇങ്ങോട്ട് കൊണ്ടുവരല്ലാതെ എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. ശരി ശരി വല്യമ്മേ, അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം.
നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് പോകും. സൂരജ് നിക്ക്. കണ്ടല്ലോ, നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ കണ്ടില്ലേ? ആ പാവപ്പെട്ട പെൺകുട്ടി ഇങ്ങനെയായി, ഇവിടെ വല്യമ്മയും ഇങ്ങനെയായി. എന്നെങ്കിലും ജീവിതത്തിൽ ഒരു ശരിയായ തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? വല്യമ്മ 1/2 മണിക്കൂറാ തന്നേക്കുന്നത്. ഇപ്പൊ എന്നെ ഒന്ന് ഇവിടുന്ന് വിട്. അച്ഛന്റെ സ്നേഹം നിറഞ്ഞ സംസാരമൊക്കെ ഞാൻ പിന്നെ കേട്ടോളാം. അല്ലെങ്കിലും കുടം കമിഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിയെ ബലമായിട്ടാ കല്യാണം കഴിച്ച് ഇനി ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് കൊണ്ടുവരണം. എന്നാ വാ, ഞാനും വരാം നിന്റെ കൂടെ. വേഗം വാ, നടക്ക്. ഇല്ല, ഈ വിവാഹം ഞാൻ അംഗീകരിക്കില്ല. ഇതിപ്പോ ആരോ പറഞ്ഞതുപോലെയാ, തലച്ചോറ് കാൽമുട്ടിലാണെന്ന്. അതുകൊണ്ടല്ലേ ഇപ്പൊ കാൽമുട്ടിന്റെ കൂടെ അമ്മയുടെ തലച്ചോറിന്റെ കാര്യം കുളമായത്. ഇനി മൊത്തം കുളാവാൻ പോവാ. എടി മോണിക്ക, എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാരമില്ല, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കോ. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ മൂളൽ കേട്ട് ഞാൻ കാര്യം മനസ്സിലാക്കുമായിരുന്നു. അവൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്റെ മനസ്സ് എനിക്ക് വായിക്കാൻ കഴിയും. എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്തായാലും അങ്ങനെ ഒരു പെൺകുട്ടി എന്റെ മകന്റെ ബ്രഹ്മചര്യം അവസാനിപ്പിച്ചല്ലോ. അവൾ എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, ആദ്യം അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെക്കണം. എന്നിട്ട് അവളുടെ ചെവി പിടിച്ചിട്ട് ഞാൻ പറയും, എടി വിദ്യക്കുട്ടി, ഇത്ര അർജന്റായിട്ട് സൂരജിനെ കല്യാണം കഴിച്ച ഞാൻ അറിയില്ലാന്ന് കരുതിയോ? പറയ്. എനിക്കെല്ലാം അറിയാം. അവള് ചിന്തിക്കുന്നുണ്ടാവും, അമ്മായിയമ്മ വീട്ടിലോട്ട് വരട്ടെ, ഞാൻ വീട്ടിലെത്തുന്നത് കാത്തിരിക്കുന്നുണ്ടാവും എന്റെ മോള്. മണ്ടി, അവളുടെ അമ്മായിയമ്മ ആവുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. ഇതോടെ എന്റെ അസുഖം എല്ലാം കാറ്റിൽ പറന്നുപോയി. എനിക്ക് സന്തോഷായി, വളരെ സന്തോഷം. ഇഷ, ഇഷ, ഇഷ മോളെ. ഇഷ മാഡം, ഇഷ മാഡം, മോളെ ഞാൻ ബാത്റൂമിൽ നോക്കട്ടെ. ഞാൻ ചേട്ടത്തിന്റെ റൂമിൽ നോക്കാം. ഇല്ല, അവൾ ചേട്ടത്തിന്റെ മുറിയിലും കാണുന്നില്ല. ആളും ഇല്ല, കിച്ചണിലും ഇല്ല. ഈ പെൺകുട്ടി പിന്നെ ഇത് എങ്ങോട്ടാ പോയേ? എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. നീ ഇവിടെ അടുത്തല്ലോ ഉണ്ടോ? സൂരജ്, വിദ്യ, 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 വിദ്യ. ദാ വരുന്നു. എന്താ പറ്റിയേ? എന്തിനാ എല്ലാരും കേൾക്കുന്ന പോലെ വിളിച്ചു പോകുന്നേ? ഇഷ എവിടെ? അത് നിന്റെ ഭാര്യയല്ലേ, നിനക്കല്ലേ അറിയാവുന്നേ? എനിക്കെങ്ങനെ അറിയാം? നോക്ക് വിദ്യ, അവളെ ഞാൻ നിന്റെ അടുത്താക്കിയിട്ടാ പോയത്. നോക്കുമ്പോളെ, ആ കുട്ടി എങ്ങോട്ടെങ്കിലും പോകുന്നത് നീ കണ്ടോ? ഇല്ല അങ്കിൾ, എനിക്ക് സത്യമായിട്ടൊന്നും അറിയില്ല. അത് മാത്രമല്ല, ഒരാളെ എങ്ങനെയാ ഇത്ര ദിവസം ബലമായിട്ട് പിടിച്ചിരുത്തുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ അവരെങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു. ഇന്ന് അവസരം കിട്ടിയപ്പോ ഇന്ന് പോയി കാണും. പുതുപ്പെണ്ണ് ഓടിപ്പോയോ? കൊള്ളാലോ, ആരും ഒരു വീട്ടിൽ നിക്കില്ലല്ലേ? ഇനി നീ അവളെ ഇങ്ങോട്ട് തിരിച്ച് പ്രതീക്ഷിക്കണ്ട. ഇനി നീ എന്റെയാ, ഞാൻ നിന്റെയും. ആ കുട്ടിക്ക് നല്ല സുഖമില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഈ അവസ്ഥയിൽ ആ പാവം എവിടെ കിടന്ന് കറങ്ങുന്നോ?
ഒരു പാവം കുട്ടിയാ. അവൾ എവിടെയാണെങ്കിലും അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ സുരക്ഷിതമായിട്ട് നോക്കണേ പ്രഭു. ഈശ മാഡം എന്തായാലും വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. പിന്നെ എങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നത്? എന്റെ മോൾ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛാ, ഞാൻ എന്തായാലും റോഹനെ മാത്രമേ വിവാഹം കഴിക്കൂ അല്ലേ? ഞാൻ ഈ കല്യാണത്തിന് തയ്യാറല്ല. ഇത്രയും കാലം പ്രേമമാണെന്ന് കരുതിയതൊക്കെ വെറും അട്രാക്ഷൻ ആയിരുന്നു. ജീവിതകാലം മുഴുവൻ കമ്മിറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. നീ വെറും പാവയല്ല, കീ കൊടുത്താൽ ഓടുന്ന പാവയാ. നിന്റെ ഓരോ ചൂട് മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്കായിരിക്കും. നിനക്ക് കുറെ പൈസയല്ലേ വേണ്ടത്, അത് ഞാൻ ഇപ്പൊ തരും. പക്ഷെ അതിന് പകരമായിട്ട് നീ ഈഷയെ വിവാഹം കഴിക്കേണ്ടി വരും. ചേട്ടാ, ദേ ഈ പെൺകുട്ടി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല ഈഷ, നീ തോൽവി സമ്മതിക്കില്ല. നീ എഴുന്നേൽക്കണം. ഈശ മാഡത്തിനാണെങ്കിൽ തീരെ സുഖമില്ല. ഈ അവസ്ഥയിൽ അവർ എവിടെ പോയി കാണും? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മുതലാളിയോട് ഞാൻ എന്ത് പറയും? എന്റെ ദൈവമേ, ഇവൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് ഇവന്റെ കൂടെയും പോണ്ട, എന്റെ അച്ഛന്റെ കൂടെയും പോണ്ട. അതെ, ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കുട്ടിയോ? ആ, ഈ കുട്ടി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നല്ലോ. വെള്ളം കുടിച്ചോണ്ടിരുന്നു. എവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും കാണും? എല്ലാം ഇനി അമ്മയുടെ മുന്നിൽ പുറത്താവുന്ന സ്ഥിതിക്ക്
മരുമോളായി വന്നിരിക്കുന്നത് വിദ്യയല്ല എന്നുള്ള സത്യം അങ്ങ് പറഞ്ഞാലോ? അതല്ലേ നല്ലത്. അല്ലെങ്കിൽ പിന്നെ സത്യം അറിഞ്ഞ നമ്മളെയൊക്കെ മുന്നിൽ നിർത്തി വെടിവെച്ച് കൊല്ലും അമ്മ. എല്ലാം അറിഞ്ഞിട്ട് അമ്മയോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞായിരിക്കും പിന്നെ വഴക്ക്. അയ്യോ, ഞാനെല്ലാം ഞാൻ അമ്മയോട് പറയാൻ പോവാ. എന്റെ ഏട്ടത്തി ഈശോയുടെ പേര് കേട്ടാൽ തന്നെ നമ്മുടെ ഹാലിളകുമെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരട്ടെ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചേട്ടന് മാത്രമേ അമ്മ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലീസ് പ്ലീസ് സമാധാനപ്പെടും. നീ എന്താ വീണ്ടും ഓരോ നശിപ്പിക്കാണോ? അയ്യോ, ഞാനല്ല, ആരോ മോനെ അത് പൊട്ടിച്ചത്. ആരോ? എന്താ ഇത് കുട്ടികളെ പോലെ ആരോ? എന്താ അതിന്റെ പ്രോബ്ലം? എനിക്ക് കെയർ ടേക്കറിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എന്റെ പെങ്ങളെ ഇഷയെ തിരിച്ചു കിട്ടിയാൽ മതി. ഈഷ ഇനി ഈ വീട്ടിൽ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ കെയർ ടേക്കറെ ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഞാനാണ്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് അവസരം തരാം. ഈ ഫയലിൽ കെയർ ടേക്കറായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ എല്ലാവരുടെയും പേരുണ്ട്. നിന്റെ ഇഷ്ടം പോലെ ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുത്തോ. ശരി, ഇവരെ തന്നെ വിളിച്ചോളൂ. സാർ, ഞാൻ എന്തായാലും വരാം. ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്. ആവശ്യമില്ലാതെ വെറുതെ കിടന്ന് ബേൾ ഉണ്ടാക്കുന്ന മര്യാദയ്ക്ക് വണ്ടി കയറാൻ നോക്ക്. ഞാൻ കേറില്ല. നീ എന്ത് ചെയ്യും? നീ വലിയ ഗുണ്ടയാണെന്ന് വെച്ച് എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. മാത്രമല്ല, ഇവിടെ വെച്ച് നിനക്ക് എന്നെ ഭരിക്കാനും സാധിക്കില്ല. മനസ്സിലായോ? ശരി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ കൂടെ വരാതെ വേറെ ഒരു വഴിയില്ല. ഞാൻ വരില്ല. മാറി നിൽക്ക് മുന്നീന്ന്. മോളുടെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. ഈ കല്യാണം തന്നെ ഒരു കള്ളമായിരുന്നു. അതുകൊണ്ട് മോൾക്ക് എവിടെ പോകാനും അവകാശമുണ്ട്. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. സരള ചേട്ടത്തി ഞങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ആളാ. അവരാണ് ഞങ്ങളെ ഒരേ നൂലിൽ കോർത്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ അവർ ആശുപത്രിയിലാണ്. സൂരജിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ വലിയ വാശിയില്ല. സൂരജിന്റെ ഭാര്യ മുന്നിൽ വരാതെ അവരൊരു ചികിത്സയ്ക്കും തയ്യാറാവില്ലെന്ന്, മരുന്നും കഴിക്കില്ലെന്ന്. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ഒരു തവണ, ഒരേ ഒരു തവണ നീ വന്ന് സരള ചേട്ടത്തി ഒന്ന് കാണും. പിന്നെ നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യുക. അയ്യോ, എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അമ്മായിയമ്മ ആവുമ്പോ മരുമകള് മുഖം കാണിക്കാൻ വരുമ്പോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടല്ലോ. ദേ ഇത് കണ്ടോ, എന്റെ കയ്യില് ആകെയുള്ളത് ഈ ഒരു മോതിരോ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ? അത് നമ്മുടെ പാപം വിദ്യക്ക് തന്നെ ഇരിക്കട്ടെ. നന്നായിട്ടില്ലേ? മരുമകള് വിദ്യയാണെന്ന് കരുതിയിട്ടാവും വല്യമ്മ ഇത്രയും സന്തോഷിക്കുന്നത്. ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് വിദ്യയല്ല ഇഷയാണെന്ന് വല്യമ്മ അറിഞ്ഞ പിന്നെ വല്യമ്മ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ വരാം. എന്റെ കാല്. ഹലോ, നിന്നെ കെയർടേക്കർ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിനക്ക് നാളെ തന്നെ പോയി ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ചേച്ചിയമ്മേ, ആരോടാ ചേച്ചിയമ്മ താങ്ക് യു ഒക്കെ പറയുന്നേ? ആരെങ്കിലും ബോയ് ഫ്രണ്ടിനോടാണോ? നീ ആരാ? ചാരനാണോ എല്ലാ കാര്യം ചോദിക്കാൻ? കാരണം എന്റെ ചേച്ചിയമ്മ ഇങ്ങനൊന്നും അല്ല. എന്തായാലും ഈ കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ചെല്ല്, മുത്തശ്ശി അടുത്തോട്ട് ചെല്ല്. ഒന്നും പിടി കിട്ടുന്നില്ല.
ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഇനി എൻ്റെ ജോലിയുടെ കാര്യം കൂടെ പറഞ്ഞ് കൂടുതൽ പ്രശ്നമാക്കണം. അല്ലെങ്കിൽ തന്നെ സൂരജ് ചേട്ടൻ ഇഷയേട്ടത്തെ വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞാൽ വല്യമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ ഞാൻ ഇനി ഗുലാബ് മാൻഷനിലെ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. അയ്യോ പ്ലീസ്, എൻ്റെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കരുത് പ്ലീസ്. മോളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയെടുത്തോളാം. നിനക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവളല്ല. ബന്ധങ്ങൾ മുറിച്ച് കളയുമ്പോൾ മനസ്സിലുള്ള വിഷമങ്ങൾ തീരുമെങ്കിൽ ഞാനും ചില ബന്ധങ്ങൾ എന്നെ അറുത്തെറിഞ്ഞേ. ചില ബന്ധങ്ങൾ എങ്ങനെ കളയാൻ പറ്റില്ല. ചില ഉത്തരവാദിത്തങ്ങളെയും. തൽക്കാലം മോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ ചില ചുമതലകൾ നിറവേറ്റാനായി എനിക്ക് മോളുടെ സഹായം ആവശ്യമുണ്ട്. അങ്കിൾ എന്റെ മുന്നിൽ ഇങ്ങനെ കരയരുത് പ്ലീസ്. എന്റെ അച്ഛൻ എന്റെ പിടിവാശിക്ക് മുന്നിൽ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നിട്ടുള്ളതാ. എന്നാൽ ഇദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാ. ഇദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടിട്ട് എങ്ങനെ പോകാനും. വേണ്ടപ്പെട്ടവരുടെ സ്നേഹം നഷ്ടപ്പെടുന്നതിന്റെ വേദന എനിക്ക് നന്നായി മനസ്സിലാവും. വരൂ, ഞാൻ അങ്ങയുടെ കൂടെ വരാൻ തയ്യാറാണ്. അയ്യോ എന്റെ ഭഗവാനെ, ഇന്ന് എന്റെ സൂരജും വിദ്യയും ഭാര്യ ഭർത്താക്കന്മാരായി എന്റെ മുന്നിൽ വരാൻ പോവാ. ആരുടെയും കണ്ണു പറ്റാതിരിക്കട്ടെ. അതുകൊണ്ട് വന്നാലുടനെ ആരതി ഒഴിഞ്ഞു വെക്കണം. എന്നിട്ട് വിദ്യ എന്റെ മുന്നിലിരുത്തി ആ മോതിരം കയ്യിലിട്ട് കൊടുക്കണം. എന്റെ ഭഗവാനെ, എന്തായാലും അനുഗ്രഹിച്ചല്ലോ. എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഈശ മേഡത്തിനെ കാണുമ്പോൾ വല്യമ്മ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? സൂരജ് നിൽക്ക്. അമ്മയുടെ മുന്നിലേക്ക് ഇഷ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാവില്ല അല്ലേ? അതെ, എടുത്തി പറയുന്നത് ശരിയാ. ഒരു കാര്യം ചെയ്യാം, ഇവരുടെ ഈ ദുപ്പട്ട കൊണ്ട് മുഖം അങ്ങ് മറയ്ക്കാം. പക്ഷെ ഇതിലൂടെ ഇവരുടെ മുഖം ശരിക്കും കാണാം. അങ്ങനെ മുഖം മറിച്ചിട്ട് എന്താ കാര്യം? മുഖം കാണിക്കുമ്പോ കൊടുക്കേണ്ട സമ്മാനം വരെ എടുത്തു വെച്ചിട്ടായിരിക്കുന്നേ. അപ്പൊ പിന്നെ മുഖം കാണിക്കാതെ പറ്റൂ? അതെ ശരിയാണ്. എന്നാലും പെട്ടെന്നുള്ളൊരു ഞെട്ടിലങ്ങ് ഒഴിവാക്കാലോ. നീ അതിട്ടോ. ഇട്ടോ. നിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. നിക്ക്, ഞാനിപ്പോ വരാം. ഇതാ, ഇത് കൊള്ളാം. ഹോസ്പിറ്റലിലെ അമ്പലത്തിലുള്ള പട്ട. അവിടെ നിങ്ങൾ എല്ലാവരും പുറത്തു നിന്ന് എന്ത് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? വേഗം ഒന്ന് അകത്തോട്ട് വായോ. ഞാനിവിടെ കാത്തിരിക്കോ. ഇനിയാണ് രസം. അമ്മായിയമ്മയ്ക്ക് ഇടിവെട്ട് മാത്രമല്ല, ഇനി പാമ്പ് കടിയുടെ കിട്ടും. ഇതിന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചാലോ? ഇനി ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയില്ലെങ്കിലോ? എന്റെ ഭഗവാനെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ എന്റെ മരുമകളായിട്ട് കാണാൻ കഴിഞ്ഞല്ലോ. വാ, ഇവിടെ ഇരിക്കേ. വല്യമ്മ പ്ലീസ്, അത് ഉയർത്തി നോക്കരുത്.
ചിത്ര ഇങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണേ. അയ്യോ അമ്മേ, എന്താ ചേട്ടത്തി, 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 എന്താ പറ്റി? ചേട്ടത്തി, ചേട്ടത്തി. അമ്മേ, ഇതിപ്പോ എന്താ ഉണ്ടായത്? ആകെ കൊളമായല്ലോ. മഹാഭാരതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൂർക്കം വലിക്കുന്ന എന്തിനാ? കുംഭകർണനെ പോലെ. ഡോക്ടറിനെ വിളിക്ക്. ചേട്ടത്തി, ചേട്ടത്തി. നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ കൂടി നിൽക്കുന്നേ? മാറിക്കേ, എല്ലാരും ഒന്ന് മാറി നിന്നേ. അവര് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഉറക്കഗുളി കൊടുത്തിട്ടുണ്ട്. അവർ ഉറങ്ങട്ടെ. ഉറക്ക ഗുളിക? അത് ശരി. അപ്പൊ വല്യമ്മ ഇഷേടത്തിയുടെ മുഖം കാണുന്നതിന് മുമ്പേ ഉറങ്ങിപ്പോയതാണോ? താങ്ക് ഗോഡ്, അത് നന്നായി. എന്നാലും ഇത് എത്ര ദിവസം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും? ജാനകി എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. ഇനിയിപ്പോ എന്റെ മുഖം കാണുന്ന ദിവസം എന്തൊക്കെ പുകിലാണോ എന്തോ ഉണ്ടാകാൻ പോകുന്നത്. ഇവരുടെ മകനെ വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി ഞാനാണെന്ന് അറിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നോ. അങ്കിൾ, ഇനി ഞാൻ പൊക്കോട്ടെ? തോന്നിയസേ കാണിക്കുന്നേ. എന്നെ വിട, എനിക്ക് പോണം. അങ്ങനെ പോവാൻ പറ്റില്ല. എന്നെ പറ്റുമെങ്കിൽ തടയും. ഇഷ, സാറോ?
എന്റെ മോൾ എങ്ങനെ ഈ അവസ്ഥയിലായത്? കൊട്ടാരത്തിൽ കളിച്ചു വളർന്ന കുട്ടിയല്ലേ നീ? ഈ സ്ഥലമൊന്നും നിനക്ക് പറ്റിയതല്ല. ദേ നോക്കി, ഞാൻ നിന്നെ നമ്മുടെ പഴയ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. സത്യമാണോ അച്ഛാ? അതെ. ഒരു തവണ എന്നോടൊന്ന് മാപ്പ് ചോദിച്ചാൽ മതി. മാപ്പ് പറഞ്ഞതിന് ശേഷം അച്ഛനോട് വരുമോളെ. നിന്റെ ഈ അവസ്ഥ എനിക്കെതിരെ നീങ്ങിയതിനുള്ള ശിക്ഷയായിരുന്നു. കുറച്ചു നാളത്തേക്കുള്ള ശിക്ഷ. ഇത് നീ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ഈ ഗുലാബ് തറവാട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ തീരുമാനങ്ങൾ ഈ ഞാനാണ് എടുക്കുന്നത്. ഞാനാണ് നിന്റെയും വിധികർത്താവ്. അതെ. സാറ് ഇഷ മാഡത്തിന് എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? എന്റെ മോൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ അവൾ സ്വതന്ത്രയായിട്ടില്ല. അവളെ ഞാനിപ്പോ വിവാഹ ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുക. അങ്ങനെ അവളും നിന്നെ പോലെ ശ്വാസം മുട്ടി ചത്തുള്ളൂ. ഒന്നും നടക്കാൻ പോകുന്നില്ല. അവൾ എന്റെ മോളാ. നീ കാണിക്കുന്ന വഴിയിലൂടെ അവള് സഞ്ചരിക്കില്ല. അവൾ അവളുടെ വഴി സ്വയം ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഇപ്പോ അവള് നിന്റെ കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അവളുടെ തലയിലെടുത്ത് ഈ ഗുലാബ് സിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. നീ നോക്കിക്കോ, ഒട്ടും വൈകാതെ തന്നെ അവൾ എന്റെ കാൽ കീഴിൽ കിടന്ന് മാപ്പ് ചോദിക്കും. അവള് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കും. നോക്കുമോളെ, എല്ലാ ബന്ധങ്ങളും അർത്ഥറിഞ്ഞ് അച്ഛൻ്റെ കൂടെ പഴയ ലോകത്തേക്ക് തിരിച്ചു വാ. അവിടെ നീ രാജകുമാരി പോലെ ജീവിച്ചിരുന്നല്ലേ? അച്ഛന്റെ കാൽക്കൽ വീഴുന്ന നീ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നോളെ. എന്നാലേ നിന്റെ തെറ്റുകൾക്ക് നീ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് ഈ അച്ഛന് ബോധ്യമാകൂ. അതോടെ എല്ലാം മറന്ന് ഈ നിമിഷം തന്നെ നിനക്ക് മാപ്പ് നൽകുന്നതായിരിക്കും. പിന്നെ നമുക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതാ മോളെ. അങ്ങനെ ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല. നിങ്ങൾ എന്റെ വിശ്വാസമാണ് തകർത്തത്. എന്നിൽ നിന്ന് എല്ലാം തട്ടിപ്പറിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം. പക്ഷെ ഇനി ഞാൻ എന്റെ സെൽഫ് റെസ്പെക്ട് ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മകള് നിങ്ങൾ എന്ത് തെറ്റായ തീരുമാനം എടുത്താലും നിങ്ങളുടെ കൂടെ നിൽക്കണം. നിങ്ങളിപ്പോ ഇവിടെ വന്നത് എന്റെ ദുഃഖം കണ്ട് സഹിക്കാൻ പറ്റാതെയൊന്നുമല്ല. മറിച്ച് നിങ്ങളുടെ അഹങ്കാരത്തിന്റെയും ശാഠ്യത്തിന്റെയും മുന്നിൽ എന്നെ മുട്ട കുത്തിക്കാനായി മാത്രമാ. അച്ഛാ, നിങ്ങൾ അന്നും കരാറാ വെച്ചത്, ഇന്നും കരാറാ വെക്കുന്നത്. ഇനി അത് വേണ്ട. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മകളുടെ ജീവിതം വരെ പണയം വെക്കുന്ന ഒരാളെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതിൽ പോലും എന്തെങ്കിലും ദുർദ്ദേശം ഇല്ലെന്ന് ആർക്കറിയാം? ഒരച്ഛനാകാൻ ആർക്കും പറ്റും. പക്ഷെ സ്വന്തം മക്കളെ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുന്ന ആളാ യഥാർത്ഥ അച്ഛൻ. എന്തായാലും 2 ദിവസം കൊണ്ട് അങ്ങനെ ഒരു കാര്യമെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരച്ഛന്റെ മനസ്സിൽ സ്വന്തം മക്കളോട്, കുടുംബത്തിലുള്ളവരോട് ഉണ്ടാകേണ്ട മനോഭാവം എന്താന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതൊക്കെ അങ്കിളിനെ കണ്ട് പഠിക്കാൻ വേണ്ടത്.
ഇയാളായിട്ടാണോ നീ എന്നെ താരതമ്യം ചെയ്യുന്നത്? ഇയാൾക്കൊന്നും എന്റെ മുന്നിൽ നിവർന്ന് നിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അയാളെയാണോ നീ എന്നോടൊപ്പം താരതമ്യം ചെയ്യുന്നത്? ഇയാൾക്ക് ഇന്ന് വരെ നീ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, അതിന്റെ ഒരു അംശമെങ്കിലും ഇയാൾക്ക് തരാൻ സാധിക്കുമോ? ചോദിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ, അത് വെറും കാമഡി ആയിരുന്നു. നിർത്തണി നിന്റെ അഹങ്കാരം. ലോകത്തിലെ സകല ഇമോഷനും പൈസ ഉണ്ടെങ്കിൽ ഒന്നുമല്ലാതായി മാറും. വീട്ടിലെ സുഖ സൗകര്യങ്ങളില്ലാതെ 2 ദിവസം നിനക്ക് തികച്ചിരിക്കാൻ സാധിക്കില്ല, അറിയോ നിനക്ക്? പക്ഷെ മാപ്പ് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ അവസ്ഥകളെല്ലാം മാറും. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാ, നീ മാപ്പ് ചോദിക്കുക, എന്നിട്ട് എന്നോടൊപ്പം വാ. അച്ഛാ, നിങ്ങളുടെ തീരുമാനം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ തീരുമാനം ഒരിക്കലും മാറില്ല.